ഗൗതമിന് പങ്കുവെക്കാനുള്ള വാർത്ത. വിഘടനവാദ നീക്കവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. മണ്ഡല പുനർനിർണയത്തിനെതിരെ സ്റ്റാലിൻ വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ചെന്നൈയിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഗൗതം ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, കഴിഞ്ഞ കുറേ നാളുകളായി സ്റ്റാലിൻ സർക്കാർ ശ്രമിക്കുന്നത് ഭാരതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ BJP ഇതര സർക്കാരുകളെ ഒത്തുചേർത്തുകൊണ്ടൊരു വിഘടനവാദ പ്രവർത്തനമാണത്. ഭാഷയുടെ പേരിലാണെങ്കിലും പലതരത്തിലുള്ള നീക്കങ്ങളുടെ പേരിലാണെങ്കിലും ഒക്കെ ആ ശ്രമം ധാരാളമായി നടക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് അത്തരമൊരു കൂട്ടായ്മയ്ക്കാണോ സ്റ്റാലിൻ ഈ ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്? ഗൗതം, ഉമേഷെ, തുടർച്ചയായി വിഘടനവാദത്തിൻ്റെയും സങ്കുചിതമായ ചില ആശയങ്ങളുടെയും ഒക്കെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ MK സ്റ്റാലിൻ മറ്റൊരു യോഗം ഇന്ന് തമിഴ്നാടിൻ്റെ തലസ്ഥാനമായ ചെന്നൈയിൽ വിളിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൻ്റെ അടിസ്ഥാനം എന്നത് മണ്ഡല പുനർനിർണയം നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോവുകയാണ്. കാരണം രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ, ജനസംഖ്യ എന്നത് അത് വലിയ തോതിൽ വളർന്നിരിക്കുന്നു. നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും ജനസംഖ്യയുള്ള രാഷ്ട്രമായി ഇപ്പോൾ ഭാരതം വന്ന് നിൽക്കുകയാണ്. ചൈനയെ ഉൾപ്പെടെ കടന്നുകൊണ്ട് നമ്മുടെ ജനസംഖ്യ കൂടി. അതിനനുസരിച്ച് ഇനിയും MP മാരുടെയും അതോടൊപ്പം തന്നെ ലോക്സഭാ മണ്ഡലങ്ങളുടെയും എണ്ണം കൂടി കൂട്ടിയാൽ മാത്രമേ കേന്ദ്ര പദ്ധതികളാണെങ്കിലും മറ്റ് വികസന പദ്ധതികളാണെങ്കിലും ഇതെല്ലാം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കൂ. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അടുത്തിടെ കേന്ദ്ര സർക്കാർ വളരെ വിപുലമായ പാർലമെന്റ് മന്ദിരമൊക്കെ നിർമ്മിച്ചത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോഴത്തെ ലോക്സഭയുടെ അംഗബലമായിട്ട് 543 സീറ്റുകളാണ് ഉള്ളത്. പക്ഷേ ഈ മണ്ഡല പുനർനിർണയം കഴിഞ്ഞാൽ അത് 888 എന്നൊരു വലിയ നമ്പറിലേക്ക് എത്തുകയാണ്. കാരണം ജനസംഖ്യ കൂടുമ്പോൾ അതിനനുസരിച്ച് ജനങ്ങളെ സേവിക്കേണ്ട പാർലമെൻറ്റ് അംഗങ്ങളുടെയും ഒക്കെ എണ്ണം കൂടണം. അതിനാൽ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മണ്ഡല പുനഃസംഘടന അടുത്ത വർഷം കേന്ദ്ര സർക്കാർ നടത്താൻ പോകുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഘടനവാദ ശ്രമത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ യോഗത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോഴത്തെ ഏക മുഖ്യമന്ത്രിയായിട്ടുള്ള പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ, അങ്ങനെ ഈ 3 മുഖ്യമന്ത്രിമാർ മാത്രമേ സ്റ്റാലിൻ വിളിച്ചിട്ടുള്ള ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുള്ളൂ. നമുക്കറിയാം, ഈ മുഖ്യമന്ത്രിമാർ ഇവർ 3 മാത്രമല്ല, പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ ഇനിയുമുണ്ട്. പക്ഷേ അവരൊന്നും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന കാര്യം കൂടി എടുത്തു കാണേണ്ടതുണ്ട്. മാത്രമല്ല, സ്റ്റാലിൻ ഈ യോഗത്തിലേക്ക് BRS-നെയും അതുപോലെ തന്നെ ഒഡീഷയിലെ നവീൻ പട്നായിക്കിൻ്റെ ബിജു ജനതാദളിനെയും ഒക്കെ ക്ഷണിച്ചിരുന്നു. ഈ 2 പാർട്ടികളും അവരുടെ പ്രമുഖരായിട്ടുള്ള, അതായത് ചന്ദ്രശേഖർ റാവുവോ അതല്ലെങ്കിൽ ഒഡീഷയിൽ നിന്നും നവീൻ പട്നായിക്കോ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. മറിച്ച് അവരുടെ 2 പ്രതിനിധികൾ മാത്രമാണ് ഈ യോഗത്തിലേക്ക് എത്തുന്നത്. അതായത് സ്റ്റാലിൻ ഒരു നേതാവാകാൻ നടത്തുന്ന ശ്രമങ്ങളെ പ്രതിപക്ഷ നിരയിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ തന്നെ മറ്റ് പാർട്ടികൾ വലിയ തോതിൽ സ്വീകരിക്കുന്നില്ല എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിനാൽ ഈ യോഗത്തിന് ആ രീതിയിലുള്ള വലിയ പ്രാധാന്യം ദേശീയ തലത്തിൽ ലഭിക്കാൻ സാധ്യതയില്ല. കാരണം പ്രതിപക്ഷ നിരയിൽ നിന്ന് തന്നെയുള്ള മുഴുവൻ മുഖ്യമന്ത്രിമാരോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ പ്രമുഖ നേതാക്കളോ ഈ യോഗത്തിലേക്ക് എത്തുന്നില്ല. അതിനാൽ തന്നെ സ്റ്റാലിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അത് കൃത്യമായി രാഷ്ട്രീയമായി സ്റ്റാലിന് ഗുണം ചെയ്യുമോ എന്ന കാര്യം സംശയമാണ്. പക്ഷേ വിഘടനവാദത്തിൻ്റെ ഒരു ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സ്റ്റാലിൻ വീണ്ടും ശ്രമിക്കുകയാണ്. കാരണം ഇതിപ്പോൾ മണ്ഡല പുനർനിർണയമായി മാത്രമല്ല, നമുക്കറിയാം അനാവശ്യമായിട്ടുള്ളൊരു ഭാഷാ വിവാദത്തിന് കൂടി സ്റ്റാലിൻ അടുത്തിടെ തിരികൊളുത്തി വിട്ടിരുന്നു. 60കളിലും 70കളിലും ഒക്കെ നമ്മുടെ രാജ്യത്ത് കണ്ടതുപോലെ ഒരു ഭാഷാ യുദ്ധത്തിന് വീണ്ടും തങ്ങൾ തയ്യാറാണ് എന്നൊരു ആഹ്വാനമാണ് ഭരണഘടനാ പദവിയിൽ ഇരുന്നു കൊണ്ട് MK സ്റ്റാലിൻ അടുത്ത കാലത്ത് നടത്തിയത്. തമിഴ്നാട്ടുകാർ അല്ലെങ്കിൽ തമിഴന്മാർ തമിഴ് ഭാഷ മാത്രം പഠിച്ചാൽ മതി, മറ്റു ഭാഷകളൊന്നും പഠിക്കേണ്ടതില്ല എന്ന വളരെ വിചിത്രമായ വാദഗതികൾ മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ അതേ സ്റ്റാലിൻ്റെയും അതോടൊപ്പം തന്നെ DMK-യുടെയും നേതാക്കളുടെ മക്കളെയെല്ലാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിക്കുന്ന ഇംഗ്ലീഷ് സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുമ്പോഴാണ് സാധാരണക്കാരായ തമിഴ്നാട്ടിലെ പാവപ്പെട്ടവരോട്, സാധാരണ തമിഴ് നിങ്ങൾ തമിഴ് മാത്രം പഠിച്ചാൽ മതി എന്ന ആഹ്വാനം നടത്തി ഒരു വിഘടനവാദത്തിൻ്റെ സങ്കുചിതമായ ഭാഷാവാദത്തിൻ്റെ വലിയ രീതിയിലുള്ള സ്പർദ്ധ ഈ MK സ്റ്റാലിൻ പടർത്താൻ ശ്രമിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജ്യത്തെ മറ്റൊരു പുരോഗമനപരമായിട്ടുള്ള നീക്കം, ഏതാണ്ട് 888 ലോക്സഭാ മണ്ഡലങ്ങളായി ഉയർത്തിക്കൊണ്ടുവരുന്ന ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലുള്ള മണ്ഡല പുനർനിർണയത്തെ എതിർത്തുകൊണ്ട് ഇപ്പോൾ ചെന്നൈയിൽ ഇത്തരമൊരു യോഗം തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഉമേഷ്.